കൊച്ചി ഫിഷറീസ് ഹാർബർ നവീകരണത്തിന്റെ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ. 2026 സെപ്റ്റംബറിൽ മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി. കൊച്ചി ഫിഷറീസ് ഹാർബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ഹാർബർ സന്ദർശിച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുമെന്നും കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിയിലൂടെ 2026 സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം സന്ദർശനവേളയിൽ പറഞ്ഞു. ആഗോളതലത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മത്സ്യബന്ധന മേഖലയിൽ ശുചിത്വം മുതൽ മൂല്യവർദ്ധിത കയറ്റുമതി വരെയുള്ള പ്രവർത്തനമാണ് കൊച്ചി ഹാർബർ നവീകരണം പൂർത്തിയാകുന്നതോടെ നേട്ടമായി ഉണ്ടാകുകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 146 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കൊച്ചി തുറമുഖ അതോറിറ്റി ചെയർപേഴ്സൺ ബി കാശി വിശ്വനാഥൻ, IRSME ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സതീഷ് കോനാക്കത്ത്, ചീഫ് എഞ്ചിനീയർ കേണൽ ജെർസൺ ടങ്, ഫിഷറീസ് ഹാർബർ അഡ്മിനിസ്ട്രേറ്റർ ഭഗവൽ സിംഗ് എന്നിവർ കേന്ദ്രമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. സാഗർമാല പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഫിഷിംഗ് ഹാർബർ ഇവിടുത്തെ അതിൻ്റെ പരിഷ്കരണമാണ് നടക്കുന്നത്. പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഫേസ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദ്രുതഗതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പിംഗ് മിനിസ്ട്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മിനിസ്ട്രിയും കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ നടക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം പോർട്ട് ട്രസ്റ്റിനാണ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനാണ്. ഇതിൻ്റെ ഫേസ് 2 ആകുമ്പോഴത്തേക്കും PPP അടിസ്ഥാനത്തിലുള്ള നവീന സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് സെക്ടറിനുള്ള അവസരവും കൊടുക്കും. ഇവിടെ നിന്ന് പ്രാഥമികമായിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുകയും പാക്ക് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ കോൾഡ് ചെയിൻ സംവിധാനവും പൂർണ്ണമായിട്ടുള്ള പ്രോസസ്സിംഗ് കോൾഡ് ചെയിൻ സംവിധാനവും ആധുനികമായിട്ടുള്ള വിപണന സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ പോർട്ട് പൂർണ്ണമാകുക, ഈ ഹാർബർ പൂർണ്ണമാകുക. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് നമ്മുടെ പുതിയ ഹാർബറുകളെല്ലാം വരുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഓഫ് ആർട്സ് രീതിയിലുള്ള മാർക്കറ്റുകൾ കേരളത്തിൽ തന്നെയായാലും 9 ഇൻ്റഗ്രേറ്റഡ് ഫിഷിംഗ് വില്ലേജുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുമായിട്ട് അനുബന്ധിച്ചുള്ള ആലുവായിൽ ഒരു മാർക്കറ്റ് അതിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. അതെല്ലാ ഭാഗത്തും കേരളത്തിൽ, ഇന്ത്യ മുഴുവൻ അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ ഫിഷറീസ് മിനിസ്ട്രിയുടെ കീഴിൽ നടന്നു. എല്ലാം ആധുനീകരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഹൈജിൻ ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മുന്നേറാൻ സാധിക്കും. കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, മഴയുടെ സമയത്തത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഹാർബറാണിത്. നമ്മൾ പുതിയത് പണിയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്പീഡും സംവിധാനങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഫങ്ഷനിങ് ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹാർബർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാതെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് താമസിച്ചത്. ഇപ്പം നമ്മളതിനെ ഓവർകം ചെയ്തിരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.